നടിയെ ആക്രമിച്ച കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച മുഖ്യപ്രതി പൾസർ സുനി വൈകാതെ ജയിൽ മോചിതനാകും. വിചാരണ കോടതിയായ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മറ്റന്നാൾ പൾസർ സുനിയെ ഹാജരാക്കും. അതേസമയം ജയിൽ മോചിതനാകുന്ന പൾസർ സുനി കൂടുതൽ ശക്തനാണെന്ന് സഹ തടവുകാരനായിരുന്ന ജിൻസൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേരളം വിറങ്ങലിച്ച നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനി മറ്റന്നാൾ ജയിൽ മോചിതനാകും. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ മറ്റന്നാൾ സുനിലിനെ കോടതിയിൽ ഹാജരാക്കും. അന്ന് തന്നെ പുറത്തിറങ്ങാനാണ് സാധ്യത. സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ഉൾപ്പെടെ അഭിഭാഷകൻ പ്രതീക്ഷ ലഭിച്ചു. അതേസമയം പുറത്തിറങ്ങുന്ന പൾസർ സുനി കൂടുതൽ ശക്തനാണെന്ന് സഹതടവുകാരനായ ജിൻസൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇതിൽ 8ാം പ്രതിയായിട്ടുള്ള ആളുടെ ഉദ്ദേശം എന്തായിരുന്നു, ആ ഉദ്ദേശം ഇനിയാണ് നടക്കാൻ പോകുന്നത്. അവരൊക്കെ ഏതൊക്കെ രീതിയിൽ പൾസർ സുനിനെ ഇനി വിനിയോഗിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇനി പൾസർ സുനി പുറത്തു വന്നാൽ തീർച്ചയായിട്ടും സുനിയിൽ നിന്നായിരിക്കും മറ്റു കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ലീക്ക് ആവുക എന്നുള്ളൊരു ധാരണ പൊതുസമൂഹത്തിന് വരും. ഇനി ആരുടെയൊക്കെ ജീവന് ഭീഷണിയാവുന്നുള്ളത് കാത്തിരുന്ന് കണ്ടാൽ മതി. പൾസർ സുനി ജയിൽ മോചനാകുന്നതിനെ സർക്കാർ എതിർത്തത് ജീവന് ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. പുറത്തിറങ്ങുന്ന സുനിയെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് പോലീസ് നൽകുന്നത്. അതേസമയം ഗൂഢാലോചനയുടെ പ്രധാന കണ്ണിയും 8ാം പ്രതിയുമായ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്ന ആശങ്കയും പ്രോസിക്യൂഷനുണ്ട്. വിചാരണ നടപടികൾ വൈകിയെന്ന ഒറ്റ കാരണത്താലാണ് നടിയെ ആക്രമിച്ച പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചത്. അന്ന് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും എവിടെയാണെന്ന് ഇതുവരെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അഭിഭാഷകന്റെ കയ്യിൽ ഏൽപ്പിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ മൊഴി. ജയിൽ മോചിതനാകുന്ന പൾസർ സുനി ഈ മൊബൈൽ ഫോൺ കണ്ടെത്താൻ ശ്രമിച്ചേക്കും. ഈ സാഹചര്യത്തിൽ പോലീസ് സുനിലിനെ നിരീക്ഷിക്കാനാണ് സാധ്യത. റിപ്പോർട്ടർ, തിരുവനന്തപുരം.